പ്ലീസ് മാഡം. വിഷ്ണുവിട്ടന്റെ ഒപ്പ് അവനൊപ്പിട്ടോളും. ആദ്യം നീ ഒപ്പിട്. വിഷ്ണുവേട്ടനൊരു ജീവിതം കിട്ടുന്ന കാര്യമല്ലേ, ഞാനായിട്ടെന്തിനാ അതിനെതിരെ നിൽക്കുന്നത്? എനിക്കൊരു ജീവിതം കിട്ടിയെന്നുള്ള സമാധാനത്തിലാണോ ഇത്ര ലാഘവത്തോടെ നിൽക്കുന്നത്? നീ ഒപ്പിട്, എന്നിട്ട് സംസാരിക്കാം. ശാലിനി, അമ്പലമുറ്റമായതുകൊണ്ട് ഇത് ഇവിടെ പറത്ത് ഞാൻ അശുദ്ധമാക്കുന്നില്ല. ഞാൻ ഒരു ഡിവോഴ്സ് പേപ്പറിൽ ഒപ്പിടില്ല. വിഷ്ണുവേട്ടനെ ആർക്കും വിട്ടുകൊടുക്കുകയില്ല. പിന്നെ സത്യയുടെ അച്ഛനായി സ്കൂളിൽ വന്ന ആളിനെ കണ്ടിട്ടാണ് ഇങ്ങനെ ഒരു നാടകം നടത്തുന്നതെങ്കിൽ അതാരാണെന്ന് ഇപ്പൊ ഞാൻ വെളിപ്പെടുത്താം. അത് ഈ ഞാൻ തന്നെയാ. നീയോ? അതെ, ഞാൻ തന്നെ. ഇത് ഞാൻ വിശ്വസിക്കില്ല. ഇവള് പറയുന്നത് മൊത്തം പച്ചക്കള്ളോ. വിശ്വസിച്ചാലും വിശ്വസിച്ചില്ലെങ്കിലും സത്യം അതാണ്. സത്യയുടെ അച്ഛനെ കാണണമെന്നുള്ള ആഗ്രഹം കൂടിയപ്പോ ഞാൻ സത്യയുടെ അച്ഛനായി വേഷം മാറി. റെസ്റ്റോറന്റിലേക്ക് നിങ്ങൾ വരുന്നുണ്ടെന്ന് അറിഞ്ഞതുകൊണ്ട് ആൺവേഷം മാറ്റി നിങ്ങൾക്ക് മുന്നിലേക്ക് ഞാൻ സാരി ഉടുത്തോണ്ട് വന്നത്. ഇതൊക്കെ എന്തിനാ? ആരെ കോമാളിയേക്കാനാ? ഈ പറയുന്നതൊക്കെ വിശ്വസിക്കാൻ മാത്രം അത്ര ബുദ്ധിയില്ലാത്തവരല്ല ഞങ്ങള്, മനസ്സിലായ? ഞങ്ങളും ചോറ് തന്നെ തിന്നണേ. കുറെ കഥയും കൊണ്ട് വരും. വിഷ്ണുട്ടാ, ഞാൻ പറയുന്നത് വിഷ്ണുട്ട്. ശാലിനി, അതെ, നീ ഇതൊക്കെ വല്ല സിനിമാക്കാരുടെ അടുത്തും പോയി പറ. അവരത് വലിയൊരു സിനിമയാക്കും. കേട്ടോടി? അല്ലാതെ ഞങ്ങളെ ഇത് പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ നോക്കണ്ട. തെളിവ് കാണിച്ചാലോ? ശരി, തെളിവ് കാണിക്കേ. സത്യൻ അച്ഛനായിട്ട് ആൺവേഷം കെട്ടി വന്നത് നീയാണ്, തെളിയിക്കേ. തെളിവ് കൊണ്ടുവാ, എന്നിട്ട് നീ സംസാരിച്ചാ മതി. കൊണ്ടുവാ. തെളിവുണ്ട്, തെളിവുണ്ട്. ഞാനിപ്പോ കൊണ്ടുവരാം. കൊണ്ടുവന്ന് കാണിച്ചു കൊടുക്ക് ശാലിനി. കണ്ട് നിർവൃതി അടയട്ടെ അമ്മയും മോനും. പ്രകാശേ, വേറെ പേപ്പറുകൾ കൊണ്ടുവരാൻ അറേഞ്ച് ചെയ്യണം. ശരി സത്യാമ്മ. ഇവിടെ വെച്ച് തന്നെ ഇവിടെ ഒപ്പിട്ട് തരും. ഇല്ല, വിഷ്ണുട്ടനെ ഞാൻ ചതിച്ചിട്ടില്ല, മനസ്സുകൊണ്ട് പോലും. മരണം വരെ ഞാൻ വിഷ്ണുട്ടന്റെ ഭാര്യയായിരിക്കും. എന്റെ ഭർത്താവിനെ ഉപേക്ഷിക്കാൻ എനിക്ക് സാധിക്കില്ല. എടി, ആ ഭർത്താവിന് നിന്നെ വേണ്ടെന്നാ പറയുന്നത്.
വിഷ്ണുട്ടാ ദേവേദൻ വിശ്വസിക്കരുത്. സത്യമോൾക്ക് വേണ്ടിയാ ഞാൻ. മാഡം, വീണ്ടും വീണ്ടും ആവർത്തിച്ചുകൊണ്ട് ഇത് എവിടെയും എത്തില്ല. മാഡത്തിന് വേറെ ജീവിതമുണ്ട്. ഇവർക്ക് ഈ ബന്ധം തുടരാൻ താല്പര്യമില്ല. അപ്പോ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ ഇതങ്ങ് അവസാനിപ്പിക്കുന്നതല്ലേ നല്ലത്? അതിന് സമ്മതിക്കണമെന്നേ പറയുന്നുള്ളൂ. ഞാൻ എന്റെ ജീവിതത്തിൽ ഒരാളെ വിവാഹം കഴിച്ചിട്ടുള്ളൂ, ഒരാളെ ഞാൻ സ്നേഹിച്ചിട്ടുള്ളൂ. അതെന്റെ വിഷ്ണുവേട്ടനെ മാത്രമാ. പിന്നെ വിഷ്ണുട്ട സംഭവിച്ചതൊക്കെ അത് വേറെ സാഹചര്യ. വിഷ്ണുട്ടി, എന്ത് സാഹചര്യമാടി നീ പറയുന്നേ? പറയടി, എന്ത് സാഹചര്യം നിനക്ക്? നീ വിവാഹം കഴിച്ചു. അയാൾ ആ സത്യയുടെ അച്ഛനായിട്ട് സ്കൂളിൽ വന്നത്, റെസ്റ്റോറന്റിൽ വന്നത്, നിന്റെ കൂടെ ജീവിക്കുന്നത്. അതുകൊണ്ടാ അയാളെ കുറിച്ചുള്ള വിവരങ്ങൾ മറച്ചു പിടിക്കാനാ നീ ഇല്ലാ കഥകളൊക്കെ പറയുന്നത്. ആൺവേഷം നീ ഉണ്ടാക്കിയ, നീ മെനഞ്ഞെടുത്ത നിന്റെ സാങ്കല്പിക കഥ മാത്രമാണ്. വിഷ്ണുട്ട വാ പ്ലീസ്.